പീ സാൻഡ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പീ സാൻഡ് നല്ലതല്ലെങ്കിൽ തേപ്പിൽ ക്രാക്ക് വീഴാനും അതുപോലെ തന്നെ അതിൻ്റെ ഫിനിഷിങ്ങിനും വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഒരുപാട് പൊടിയുള്ള പാറപ്പൊടി പോലുള്ള പീ സാൻഡ് വെച്ച് നമ്മൾ തേക്കുകയാണെങ്കിൽ അതിൻ്റെ ഫിനിഷിങ്ങും ക്വാളിറ്റിയിലും വ്യത്യാസം വരും. പീ സാൻഡ് എപ്പോഴും ഈ ഒരു ഗുണമേന്മ ഉണ്ടായിരിക്കണം, ഒരു മീഡിയം തരി, ആ ഒരു മീഡിയം തരിയേ പാടുള്ളൂ. പക്ഷേ ഹെവി തരി ഉണ്ടാകാൻ പാടില്ല, പാറപ്പൊടി അല്ലെങ്കിൽ എംസാൻഡ് പോലെ ഉള്ള തരി ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ പൊടിയുടെ അംശവും കുറവായിരിക്കണം, അതായത് വാഷ് ചെയ്തതായിരിക്കണം. വാഷ് ചെയ്ത പൊടിയാണെങ്കിൽ ഫൈനായിട്ടുള്ള പൊടിയായിരിക്കും, അതിൽ ചെളി വളരെയധികം കുറവായിരിക്കും. സോ ഇതുപോലെയുള്ള പീ സാൻഡ് എടുക്കുമ്പോൾ ഇതുപോലെയുള്ള പീ സാൻഡ് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പാറപ്പൊടി കൊണ്ടുവന്നിട്ട് അത് പീ സാൻഡാന്ന് പറഞ്ഞ് വിൽക്കുന്നവരും ഉണ്ടാവും. സോ പാറപ്പൊടിയും പീ സാൻഡ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. പീ സാൻഡ് വാഷ് ചെയ്തതായിരിക്കും, നനവുള്ളതായിരിക്കും, അതുപോലെ തന്നെ പൊടിയുടെ അംശം വളരെ കുറവുള്ളതായിരിക്കും.